ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഡ്രോയിങ് ഷീറ്റ് ഒന്നല്ല എടുത്തേക്കണേ, നമ്മുടെ നോർമൽ A4 ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. ഒരു പേപ്പറിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ്, എന്നിട്ട് അതിൻ്റെ പകുതി ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡ്രോയിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം മുകളിലുള്ള കുറച്ച് ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മൾ ബ്ലാക്ക് കളറൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി താഴേക്ക് വയലറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഞാനൊരു സർക്കിൾ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും താഴേക്ക് കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ റഷ്യൻ ബ്ലൂ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെയും സൈഡിലായിട്ട് ഞാനൊരു സർക്കിൾ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് താഴേക്കായിട്ട് നമ്മൾ റെഡ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനും താഴെയായിട്ട് ഓറഞ്ച് കളർ, പിന്നെ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, പിന്നെ ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കളേഴ്സൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കളേഴ്സും ഏകദേശം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൗണും വൈറ്റും മാത്രമാണ് എടുക്കാത്തത്. അങ്ങനെ ഇതുപോലെ ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീനറിയാണ്. ഇത്ര നന്നായിട്ട് വരയ്ക്കാൻ അറിയാത്തവർക്ക് നല്ല എളുപ്പമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് അതൊക്കെ ബ്ലെൻഡ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് സർക്കിൾ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ടായല്ലോ, അവിടെ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് സൈഡിലായിട്ട് ബ്ലാക്കും പിന്നെ ബ്രഷും ബ്ലൂവും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൂടി കൊടുക്കാം കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കിട്ടും, കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫിംഗർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. തുണിയൊന്നും വെച്ച് ബ്ലെൻഡ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിൽ ആക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ് അത് വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വൈറ്റ് കളറിലെ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് കുഞ്ഞൻ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് ആ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് തന്നെ ചന്ദ്രൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ഡ്രോയിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈഡിലുള്ള മാസ്കിംഗ് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രോയിങ് ഷീറ്റ് ഇല്ലാത്തവരും ഇനി വിഷമിക്കേണ്ട കേട്ടോ. നമ്മുടെ A4 ഷീറ്റിലായിട്ട് അടിപൊളി ഡ്രോയിങ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് എത്തിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.